നമസ്കാരം, വിനോദ് കുമാർ വേട്ടാടി. IELTS റീഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്ന് മലയാളത്തിൽ പറയും. അതൊരു സെൻറ്റൻസ് ഫില്ലിംഗ് ആവാം, ഒരു സമറി കംപ്ലീഷൻ പോലെ ഒരു പാരഗ്രാഫ് മോഡലിൽ തന്നിട്ട് സമറി ഫിൽ ചെയ്യുന്നതാവാം, സമറി കംപ്ലീഷൻ വിത്ത് ബോക്സ് ആവാം. അങ്ങനെ 2-3 തരത്തിലുണ്ട്. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലുക്ക് അറ്റ് ദ ഏതർ സൈഡ് ഓഫ് ദ ബ്ലാങ്ക്സ് എന്നുള്ളതാണ്. അതായത് ബ്ലാങ്കിൻ്റെ തന്നിരിക്കുന്ന ഗ്യാപ്പിൻ്റെ ഇരുവശവും നോക്കിയിട്ട് ഗ്രാമാറ്റിക്കൽ ക്ലൂസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടെത്തണം. ഐ ആം ഗോയിങ് ടു ബൈ എ ഡാഷ് എന്ന് കൊടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എ ഡാഷ് എന്ന് പറയുമ്പോൾ ഉത്തരം എപ്പോഴും എന്ത് മാത്രമേ വരത്തുള്ളൂ? സിംഗുലർ മാത്രമേ വരത്തുള്ളൂ. ഇത് ലളിതമായിട്ടുള്ള ഒരു യുക്തി മാത്രമാണ്. ഇനി ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം IELTS എക്സ്പെക്ട് ചെയ്യുകയും വേണ്ട. ഐ ജസ്റ്റ് സെറ്റ് ഇറ്റ് ഫോർ സിമ്പിൾ എക്സ്പ്ലനേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ലുക്ക് അറ്റ് ദ ബ്ലാങ്ക്സ് ആൻഡ് ലേൺ ദ ടൈപ്പ് ഓഫ് ആൻസേഴ്സ് ആൻഡ് ദ നേച്ചർ ഓഫ് ദി ആൻസേഴ്സ് ദാറ്റ് ക്യാൻ ബി ബെസ്റ്റ് സ്യൂട്ടഡ് ടു ഫിൽ ദാറ്റ് സ്പേസ്. ആൻഡ് ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഇത്തിരി സമയം അധികം എടുക്കരുത് എന്നുള്ളതാണ് ശരി. പക്ഷേ എന്നാലും അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെ you should not actually escape the question, or you shouldn't actually leave that question as such, thinking that it's going to be really difficult to search the answers. Okay, so definitely you should try spending a little time extra to find out the suitable answers, because it's going to be something so simple if you try searching and scanning the paragraphs given in the text. So ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അത് സമറി കംപ്ലീഷനിലായിക്കോട്ടെ, അതുപോലെ തന്നെ സമറി കംപ്ലീഷൻ വിത്ത് ബോക്സ്, അതുപോലെ സിമ്പിൾ സെൻറ്റൻസസിലായിക്കോട്ടെ, ടേക്ക് ആൻ എക്സ്ട്രാ ടൈം. It's a really important thing. At the time of practice, if you just practice like this, it's going to be quite easier at the time of your examination. The other thing what you need to understand as far as this question is concerned is that ഈ fill in the blanks question summary completion with box എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരു പാസേജിൻ്റെയൊക്കെ അവസാന ഭാഗത്തൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രോബബ്ലി നിങ്ങൾക്ക് 2-ാമത്തെ 3-ാമത്തെ പാസേജിലൊക്കെയാണ് വരുന്നതെങ്കിൽ ഒന്ന് ലോജിക്കലി അതിൻ്റെ ഉത്തരം ടെക്സ്റ്റ് വായിക്കാതെ തന്നെ കണ്ടെത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാം. എന്ന് കരുതി ടെക്സ്റ്റ് വായിക്കാതെ റൈറ്റ് ആൻസർ കിട്ടും എന്നുള്ളതല്ല. ലോജിക്കലി അവിടെ ഫില്ല് ചെയ്യുന്ന അവിടെ ഫിറ്റ് ആവുന്ന ഒരു ഉത്തരത്തെ നമുക്ക് വായിച്ചിട്ട് ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഈ സമറി കംപ്ലീഷൻ വിത്ത് ബോക്സ് എന്നുള്ള ആ ബോക്സിൽ ഒരുപാട് ഓപ്ഷൻ തന്നിട്ട് അത് ഫില്ല് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ പ്ലീസ് എൻഷുർ ദാറ്റ് വെൻ യു ട്രൈ attempting these types of questions, keep sort of a logic. For every question you need to have a logical answer. However, in these type of questions it may additionally help you to quickly find out the answers. Thank you very much.